അപ്പോൾ ഓസോണോളിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബെൻസീൻ്റെ ഓസോണോളിസിസ്. ബെൻസീനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുവാണ്. CH നമുക്ക് ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുവാണ് ബെൻസീൻ. ഇതിനെ നമ്മൾ ഓസോണോളിസിസ് നടന്നു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓസോൺ വെച്ച് റിയാക്ഷൻ നടന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ സിങ്കും വാട്ടറും വെച്ചിട്ട് നമ്മൾ ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പോൾ നെറ്റ് റിയാക്ഷൻ നോക്കി ഈ ഡബിൾ ബോണ്ട് വെച്ച് ബ്രേക്ക് ചെയ്യും. ഇവിടെയും ഇവിടെയും ഓക്സിജൻ വരും. അതുപോലെ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെയും ഓക്സിജൻ വരും. നോക്കി ഇവിടെ ബ്രേക്ക് ചെയ്യും. ഇവിടെയും ഓക്സിജൻ. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കി. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഇത്രയാണ്. CHO സിംഗിൾ ബോണ്ട് CHO. അത് തന്നെയാണ് ഇവിടെയും വരിക. CHO സിംഗിൾ ബോണ്ട് CHO. ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ ബെൻസീൻ ഓൺ ഓസോണോളിസിസ് ഗീവ് 3 molecules of CHO. ഈ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ നേരത്തെ പഠിച്ചു. ഇതിനെയാണ് നമ്മൾ ഗ്ലയോക്സാൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബെൻസീൻ ഓസോണോളിസിസ് നടത്തുമ്പോൾ നമുക്ക് ഗ്ലയോക്സാൽ കിട്ടും. നോക്കി ഇത് ഈ കോമ്പൗണ്ട് 12. ബെൻസീന്റെ ഒരു H മാറി ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വരും. അപ്പൊ റിയാക്ഷൻ ഇതുപോലെ തന്നെയാണ്. നോക്കി ഈ ഡബിൾ ബോണ്ട് വെച്ച് ബ്രേക്ക് ചെയ്യും. ഇവിടെയും ഓക്സിജൻ. നോക്കി ഇവിടെ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടെയും ഓക്സിജൻ വരും. അതുപോലെ ഇവിടെയും. നോക്കി ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റും ഇതുപോലെ തന്നെ സെയിം ആണ്. ബെൻസീനിലെ പോലെ CHO ഗ്ലയോക്സാൽ. നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമാണ് ഡിഫറെന്റ്. അപ്പോൾ 12നെ നമ്മൾ ഓസോണോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ് 2 molecules of CHO ഗ്ലയോക്സാൽ പ്ലസ് നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റ് CH3COCHO സിംഗിൾ ബോണ്ട് COCH. ഈ കോമ്പൗണ്ട് കോമൺ നെയിം നമുക്ക് ഇത് ഗ്ലയോക്സാലിന്റെ ഒരു H മാറി മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. Therefore it is called methyl glyoxal. നമുക്ക് അടുത്ത് നമ്മൾ സൈലീൻസിന്റെ ഓസോണോളിസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം മെറ്റാസൈലീൻ. സൈലീൻ എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ ബെൻസീനെയാണ് നമ്മൾ സൈലീൻ എന്ന് വിളിക്കുക. അതിന്റെ ഓൾട്ടർനേറ്റ് പൊസിഷണൽ മീഥൈൽ ഗ്രൂപ്പ് വന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെറ്റാസൈലീൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഓസോണോളിസിസ്. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് ശ്രദ്ധിച്ചിരിക്കുന്നു. ഓസോൺ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ സിങ്കും വാട്ടറും വെച്ചിട്ട് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പൊ റിയാക്ഷൻ നമ്മൾ നേരത്തെ ബെൻസീനിലൊക്കെ എഴുതിയതുപോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഈ സൈഡിൽ കിട്ടുന്ന പ്രോഡക്റ്റ് CHO സിംഗിൾ ബോണ്ട് CHO ഗ്ലയോക്സാൽ. നമുക്ക് ഇവിടെ കിട്ടുന്നത് നോക്കിയതാണ് മീഥൈൽ ഗ്ലയോക്സാൽ. ഇവിടെയും മീഥൈൽ ഗ്ലയോക്സാൽ. അപ്പൊ മെറ്റാസൈലീൻ ഓൺ ഓസോണോളിസിസ് ഗീവ് 2 molecules of methyl glyoxal and 1 molecule of glyoxal. This methyl glyoxal. This is glyoxal. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓർത്തോസൈലീൻ ഞാനിവിടെ 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഈ മീഥൈൽ ഗ്രൂപ്പുകൾ കണക്ട് ചെയ്തിരിക്കുന്ന കാർബാറ്റങ്ങൾക്കിടയിൽ ഇവിടെ സിംഗിൾ ബോണ്ട്, നമുക്ക് ഇവിടെ ആണെങ്കിൽ ഡബിൾ ബോണ്ട്. നമുക്കറിയാം ബെൻസീൻ റിംഗിലെ ഈ ഡബിൾ ബോണ്ടുകളെല്ലാം ഒരു ഡീലോക്കലൈസ്ഡ് ഫോമിലാണ്. അപ്പോൾ ഡീലോക്കലൈസ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് അല്ല, അതിങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഡീലോക്കലൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഓസോണോളിസിസ് നടക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ടുകൾ ഏതെങ്കിലും പൊസിഷൻ ഇങ്ങനെ ഫിക്സ്ഡ് ആയാൽ ഈ അഡീഷൻ റിയാക്ഷൻ ഒക്കെ നടക്കും. അപ്പം അങ്ങനെ ഫിക്സ്ഡ് ആകുമ്പോൾ 2 പോസിബിലിറ്റീസ്. ഒന്നുകിൽ ഇതുപോലെ വരാം, അല്ലെങ്കിൽ ഇതുപോലെ വരാം. അല്ലെങ്കിൽ കുറേ ഓർത്തോസൈലീൻ മോളിക്യൂൾസ് ചിലപ്പോൾ ഇങ്ങനെ ആവാം, ഡബിൾ ബോണ്ടുകൾ ഫിക്സ്ഡ് ആവാം. വേറെ കുറേ മോളിക്യൂൾ ഇങ്ങനെ ആവാം. ഇനി ഒന്നാമത്തെ മോളിക്യൂളിലാണ് ഓസോണോളിസിസ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ട് ഓസോണോളിസിസ് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ CHO ഗ്ലയോക്സാൽ. നമുക്ക് ഇവിടെ CHO ഗ്ലയോക്സാൽ. ഇവിടെ നോക്കിയൊരു പുതിയ കോമ്പൗണ്ട്, ഇതിനെ നമ്മൾ ഡൈമീഥൈൽ ഗ്ലയോക്സാൽ എന്ന് വിളിക്കും. അപ്പൊ ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെയാണ് ഡബിൾ ബോണ്ട് ഫിക്സ്ഡ് ആകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്
2 molecules of glyoxal, 1 molecule methyl glyoxal. ഇനി നോക്കി ഇങ്ങനെയാണ് ഡബിൾ ബോണ്ട് ഫിക്സ്ഡ് ആവുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ശ്രദ്ധിച്ച് നോക്കി. ഇതാണ് ഇവിടെ ഗ്ലയോക്സൽ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ കിട്ടുന്നു മീഥൈൽ ഗ്ലയോക്സൽ, ഇവിടെ ഈ മീഥൈൽ ഗ്ലയോക്സൽ. അപ്പൊ ഇങ്ങനെയാണ് ഡബിൾ ബോണ്ട് ഫിക്സ്ഡ് ആകുന്നതെങ്കിൽ on ozonolysis keep only 1 molecule of CHO glyoxal and 2 molecules of methyl glyoxal. അങ്ങനെയാണ് ഓർത്തോസൈലിൻ ഓസോണോളിസിസ് നടക്കുമ്പോൾ നമുക്ക് ഗ്ലയോക്സാൽ കിട്ടും, നമുക്ക് മീഥൈൽ ഗ്ലയോക്സാൽ കിട്ടും, ഡൈമീഥൈൽ ഗ്ലയോക്സാൽ. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇതിന്റെ ബേസിസിൽ ഇനിയും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിനുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.